ഹലോ ഗുഡ് മോർണിംഗ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ഉച്ചക്കാലത്തെ കുറച്ച് വിശേഷങ്ങളും നല്ലൊരു ലഞ്ച് ബോക്സ് റെസിപ്പിയൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം ഞാനിന്നൊരു 10:30 ഒക്കെ ആയപ്പോൾ കിച്ചണിലേക്ക് കയറിയിട്ടോ. ഞാൻ ഓൾറെഡി റെഡിയായി പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി നിൽക്കുമായിരുന്നു. പോയിട്ട് വരാം, എനിക്കൊരു ആവശ്യം ഉണ്ടായിരുന്നു പുറത്തേക്ക് പോകാനുള്ള. അപ്പോൾ കുഞ്ഞു എണീറ്റു, അവനെയും റെഡിയാക്കി ഫുഡൊക്കെ കൊടുത്ത് ഇരുത്തി. അപ്പോഴാണ് 10:30 എന്നുള്ളത് ഒരു 11 ആകുമ്പോഴാണ് മതി ഇറങ്ങാൻ, രണ്ടുപേരും കൂടി ഉണ്ട് അങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ കരുതി എന്തായാലും വരുമ്പോൾ ഒരു 12:30 ഒക്കെ ആവും. അപ്പോൾ കുറച്ച് ലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ട് ഇറങ്ങാമെന്ന് കരുതി. അങ്ങനെ കുറച്ച് ചീര ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ. അപ്പോൾ ചീര കട്ട് ചെയ്ത് അതിലേക്ക് സവാള, പച്ചമുളക്, വെളുത്തുള്ളി, തേങ്ങയിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ട് ഉണക്ക ചെമ്മീൻ ഞാനൊന്ന് കഴുകി കുറച്ച് വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുന്നുണ്ട്. ഇതൊരു നോർമൽ ഉണക്ക ചെമ്മീനല്ല കേട്ടോ, ഇവിടെ കുറച്ചും കൂടി ചെമ്മീൻ പോലെ തന്നെ കഴിക്കാൻ പറ്റിയ ആ ഒരു ടൈപ്പാണ് കേട്ടോ. കുറച്ചും കൂടി ഫ്ലേവറും കൂടുതലാണ്. നല്ല ഒറിജിനൽ ചെമ്മീൻ പോലെ തന്നെ ഇരിക്കുന്ന ടൈപ്പ് ഒരു ഉണക്ക ചെമ്മീൻ. അതിവിടെ മാർക്കറ്റിൽ നിന്ന് തന്നെ കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് വേഗം അതിൻ്റെ പണി കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ പിള്ളേർക്ക് കുറച്ചും കൂടി ഒരു ഇഷ്ടമാണ് കേട്ടോ. ഫിഷിൻ്റെ ഫ്ലേവറും കൂടി വരുമ്പോൾ വെജിറ്റബിളും കഴിച്ചോളുമല്ലോ. അങ്ങനെ മീൻ ഞാൻ ഗ്രാൻഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാവിലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2 മണിക്കൂർ കഴിയുമ്പോഴാണ് നമുക്ക് സംഭവം കിട്ടുക. അപ്പോൾ അത് ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാരയാണ് കേട്ടോ ഫിഷ്. ഒരു യെല്ലോ കളർ ഡോട്ട്സ് ഒക്കെ ഉള്ള അങ്ങനത്തെ ടൈപ്പ് ഫിഷാണ് കേട്ടോ. നല്ല ഫ്രഷ് ആയിരുന്നു കേട്ടോ. പൊതുവേ ഗ്രാൻഡിൽ നിന്ന് ഞാനങ്ങനെ ഫിഷ് വാങ്ങിക്കില്ല. ദേര മാർക്കറ്റിൽ നിന്ന് അങ്ങനെ വിളിച്ച് പറഞ്ഞ് അവർ കൊണ്ടുവരിക ചെയ്യാറ്. പിന്നെ എന്തെങ്കിലും എമർജൻസി ഉണ്ടാവും, തലേദിവസം വിളിച്ച് പറയാത്ത സന്ദർഭങ്ങളിൽ നമ്മൾ ഗ്രാൻഡിൽ തന്നെ പറയുക ചെയ്യണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മസാല വെച്ച് വേറെ മാറ്റി വെക്കുന്നുണ്ട്. കറിക്ക് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവയൊക്കെ പൊട്ടിച്ച് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ഒതുക്കിയിട്ട് അത് നല്ലപോലെ വഴറ്റി അതിലേക്ക് പച്ചമുളക്, കറിവേപ്പില, തക്കാളി ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും അത് ഓഫ് ചെയ്ത് ഞാൻ പോയിട്ട് എൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ പോയി. മോൻ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പാർക്കിൽ മണ്ണിൽ കിടന്ന് നല്ലൊരു കളി കളിച്ചിട്ടൊക്കെ കയറുള്ളൂ. അപ്പോൾ അതാണ് കേട്ടോ ഞങ്ങൾ കണ്ടത്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെയും തിരിച്ച് വന്ന് തേങ്ങാപ്പാലൊക്കെ ഞാൻ ഓൾറെഡി അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് 2ാം പാലെടുത്ത് ഒഴിച്ച് പൊടികൾ നേരത്തെ തന്നെ വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ അതിലേക്കിടുന്ന മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി. എന്നിട്ട് വെള്ളം തിളച്ച് വരുമ്പോൾ ഉപ്പും പുളി ഇട്ടിട്ട് അതിലേക്ക് മീനിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫിഷും ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 2:30 ആയപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചു കേട്ടോ. അപ്പോൾ ചോറ് വിളമ്പിയാലോ. അപ്പോൾ ഇന്ന് കുത്തരിച്ചോറാണ് കേട്ടോ. ചോറിട്ടു, മീൻകറി ഒഴിച്ചു. മീൻകറിയിൽ എനിക്ക് പണ്ടൊക്കെ ചെറുതിലേക്ക് വാലായിരുന്നു കേട്ടോ ഭയങ്കര ഇഷ്ടം. ഒരു മീൻ കറിയാണെങ്കിൽ അതിൽ നിന്ന് വാല് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടം. പക്ഷെ ഇപ്പോൾ വാല് കാണുമ്പോൾ തന്നെ എനിക്കെന്തോ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എനിക്ക് ഒന്നെങ്കിൽ തല പീസ്, അതല്ലെങ്കിൽ സെൻറ്റർ പോർഷൻ, നടുവിലെ പോർഷൻ, അതാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ ഇത് എനിക്കും കുഞ്ഞിനും കൂടിയുള്ള ചോറാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഊണൊക്കെ കഴിച്ചു. പിന്നെ മക്കൾക്ക് കരാട്ടയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ അതിനൊക്കെ പോയി വന്ന് ചായയൊക്കെ കുടിച്ച് ഇപ്പോൾ ഫുഡ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുഞ്ഞിടയ്ക്കിടയ്ക്ക് ബാൽക്കണിയിലേക്ക് വരും. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. അപ്പോൾ എന്ത് കിട്ടിയാലും ബാൽക്കണിയിൽ നിന്ന് താഴേക്ക് എടുത്തിടും. അപ്പോൾ ഞാൻ ഓരോ 5 മിനിറ്റ് കൂടുമ്പോഴും ആളെ വന്ന് നോക്കും കേട്ടോ. ലോക്ക് ചെയ്തിടാറുണ്ടെങ്കിൽ കൂടി ഇപ്പോൾ ആൾ തുറക്കാനും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കതൊരു വലിയൊരു തലവേദന തന്നെയാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞിൻ്റെ കൂടെ കുറച്ച് നേരം പുറത്ത് വന്ന് അങ്ങനെ നിന്നതാണ്. ഞാൻ വെള്ളയപ്പത്തിന് കുറച്ച് പച്ചരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ ആദ്യം. അപ്പോൾ 2 ഗ്ലാസ് പച്ചരിക്ക് 1 ഗ്ലാസ് തേങ്ങയും 1/2 ഗ്ലാസ് ചോറ്, പിന്നെ 1 ടീസ്പൂൺ ഷുഗറും, പിന്നെ ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ ഈസ്റ്റും കൂടി ഇട്ടിട്ട് അങ്ങനെ ഒരുമിച്ച് അരച്ചെടുക്കുകയാണ്. സുജാതയുടെ മിക്സി ആണെങ്കിൽ 2ാമത്തെ മിക്സി ഉണ്ടല്ലോ, അരയ്ക്കുന്ന മിക്സി, അതിലാണ് കേട്ടോ നല്ലപോലെ അരയ്ക്കാനായിട്ട് ഏറ്റവും നല്ലത്. പക്ഷേ ഞാൻ ഈ വലുത് ഉപയോഗിക്കുന്നത് എല്ലാം കൂടി ഒരുമിച്ചിടാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ 2 തവണയായിട്ട് അരയ്ക്കേണ്ട വരില്ല. കുറച്ച് നേരം കൂടുതൽ നിന്നാലും ഒറ്റയടിക്ക് പണി കഴിയുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ ജ്യൂസിൻ്റെ ജാറാണിത് ശരിക്കും. അപ്പോൾ ഞാൻ കുറച്ച് തിളച്ച വെള്ളത്തിൽ ഒരു പാത്രം വെച്ചിട്ട് അങ്ങനെ ഇറക്കി വെക്കുന്നുണ്ട്. ശരിക്കും ഞാനിത് നാളത്തേക്ക് എടുക്കില്ല, പിറ്റേ ദിവസത്തേക്കേ എടുക്കുകയുള്ളൂ. രാവിലെ ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ മാവ് പൊങ്ങിയിട്ടുണ്ടാവുമല്ലോ, എന്നിട്ട് അത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് അത് പിറ്റേ ദിവസം യൂസ് ചെയ്യും. കാരണം നാളത്തേക്ക് ഞാൻ ക്ലബ് സാൻഡ്വിച്ച് ആക്കുന്നുണ്ട്.
അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനും അത് തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ കുക്കുംബറൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ കുക്കുംബർ പിള്ളേർക്ക് ഇഷ്ടമാണ്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് വേണം, അപ്പോൾ എടുത്തുകൊണ്ട് പോയത് കഴിക്കുന്നതാണ് കേട്ടോ. പിന്നെ മുട്ട ഓംലേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കെച്ചപ്പും മയണൈസും കൂടി മിക്സ് ചെയ്തിട്ട് അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ലെറ്റ്യൂസ്, ടൊമാറ്റോ, കുക്കുംബർ കട്ട് ചെയ്തതും. ലെറ്റ്യൂസും ടൊമാറ്റോ ഒന്നും മക്കൾ കഴിക്കില്ല കേട്ടോ, അത് എനിക്ക് വേണ്ടിയിട്ടാണ്. പിള്ളേർ അതിൽ നിന്ന് എടുത്ത് കളഞ്ഞ് ഒക്കെ കഴിക്കുക. അപ്പോൾ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. അപ്പോൾ അവരെന്താണോ കഴിക്കുന്നത് അത് വെച്ചിട്ടാണ് അവരുടെ സാൻഡ്വിച്ച് ആക്കുന്നത്. ആ കുക്കുംബറും ലെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ബ്രെഡിൻ്റെ അകത്ത് വേവിച്ച ചിക്കൻ കുറച്ച് ഉണ്ടായിരുന്നു കേട്ടോ. സോയാ സോസ്, കുറച്ച് പാപ്രിക്കയും ഉപ്പും പെപ്പറും ഇട്ടിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്ത് എടുത്തത്. നമുക്ക് എന്ത് മസാല വേണമെങ്കിലും ആവാട്ടെ, ഒരുപാട് നോർമൽ മുളക് പൊടിയൊന്നും ഇല്ലാത്ത മസാലയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അങ്ങനെ ഒരു 3 ബ്രെഡ് വെച്ചിട്ടാണ് അങ്ങനെ ലെയർ ചെയ്തെടുക്കുന്നത്. സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ മൈക്രോവേവ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. 1 മിനിറ്റ് മൈക്രോവേവ് ചെയ്തെടുത്താൽ ബ്രെഡ് നല്ലപോലെ സോഫ്റ്റ് ആവും. നമുക്കറിയാലോ ക്ലബ് സാൻഡ്വിച്ചിന് അങ്ങനെ ടോസ്റ്റ് ചെയ്തെടുക്കുന്ന പരിപാടിയില്ല, ബ്രെഡ് എപ്പോഴും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു. അപ്പോൾ അങ്ങനെ ഓവനിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ കൊടുത്ത് വിടാൻ ടൈമിലാണ് കേട്ടോ ഞാൻ ഓവനിൽ ഒന്ന് ചൂടാക്കി എടുക്കുന്നത്. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് ഇരുന്നോളുമല്ലോ. അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും കൂടി ഞാൻ റെഡിയാക്കി എടുക്കുന്നുണ്ട്. എൻ്റെയിലേക്കാണ് ഞാൻ പറഞ്ഞത് ടൊമാറ്റോയും ലെറ്റ്യൂസും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ ഇടയ്ക്ക് ഒന്ന് ഓർഡർ ചെയ്ത് കഴിക്കുന്ന സാധനം കേട്ടോ ക്ലബ് സാൻഡ്വിച്ച്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ദുബായിൽ ഏത് ഹോട്ടലിൽ നിന്നാണെങ്കിലും അത് പുറത്തുനിന്ന് കഴിക്കുന്ന ക്ലബ് സാൻഡ്വിച്ച് ഒരു അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഞാൻ ഓവനിലേക്ക് വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. ലെറ്റ്യൂസും ടൊമാറ്റോ ഒക്കെ വെച്ചിട്ടാണ് എൻ്റേത് ഞാൻ ലെയർ ചെയ്തെടുക്കുന്നത്. ഞാൻ രാവിലെ ഒരു 5:15 ആ സമയത്താണ് കേട്ടോ ഞാൻ അലാറം വെച്ച് എണീക്കാറ്. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഉണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതിയല്ലോ, ഒരു 10 മിനിറ്റ് കൂടി കിടക്കാമെന്നുള്ള രീതിയിൽ ഞാൻ അലാം ഓഫാക്കി കിടന്നു. പക്ഷേ പിന്നെ ഞാൻ കണ്ണു തുറക്കുന്നത് 5:45 കേട്ടോ. 6:20 മക്കളുടെ ബസ് വരും. പിന്നെ മക്കൾ രാത്രി കുളിച്ച് ഒക്കെ കിടക്കുന്നത് കൊണ്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ അവർക്ക് റെഡിയായി ഇറങ്ങാം. അപ്പോൾ രാവിലെ വിടാൻ പറ്റുമെന്ന് പോലും എനിക്ക് ഉറപ്പില്ലായിരുന്നു, അത്ര ഹറിബറി ആയിരുന്നു കേട്ടോ. പിന്നെ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല, പക്ഷേ അങ്ങനെയൊക്കെയോ നമ്മളങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട്. പിന്നെ കുക്കുംബറും ആപ്പിളുമാണ് കേട്ടോ സ്നാക്സായിട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഹാറൂൻ ആദ്യം പോയി, ഹാറൂൻ്റെ വണ്ടിയാണ് കേട്ടോ ആദ്യം വരുന്നത്. ഇപ്പോൾ ഹംദാനും ഇറങ്ങുന്നുണ്ട് 6:30 മണി. അവനൊരു 6:35 ഹംദാൻ്റെ വണ്ടി വരിക. ഹാറൂൻ 6:20 വണ്ടി വരും. അവൻ നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്. ഒരു 10 മണിയായപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാനിരുന്നതാണ്. അപ്പോൾ ഹാസിമും വന്ന് അവനും കഴിക്കുന്നുണ്ട്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ ക്ലബ് സാൻഡ്വിച്ച്. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും കുട്ടികൾക്ക് വീട്ടിലുണ്ടാക്കി കൊടുക്കും, നല്ലതല്ലേ. അപ്പോൾ നല്ലൊരു ലഞ്ച് ബോക്സ് റെസിപ്പി കൂടിയാണ്. അപ്പോൾ ഇതുവരെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് പണി കഴിയും കേട്ടോ. ചിക്കനും കുക്കുംബറും ഒക്കെ ഉണ്ടെങ്കിൽ രാത്രി തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ഭയങ്കര സിമ്പിളായിട്ട്, ഞാനിപ്പോൾ വൈകി എണീറ്റിട്ട് കൂടി പെട്ടെന്ന് എനിക്ക് കൊടുത്തയക്കാൻ പറ്റി. അപ്പോൾ ഹാസിമിൻ്റെ ഒരു സന്തത സഹചാരിയാണ് കേട്ടോ നമ്മളുടെ ഈ ഒരു ബ്ലൂ പാവ. അവനൊരു വയസ്സുള്ളപ്പോൾ തുടങ്ങിയ ആളുടെ കൂടെ അതുണ്ട്. അപ്പോൾ അതിനെയും കെട്ടിപ്പിടിച്ച് ഇടയ്ക്ക് വന്ന് ഇങ്ങനെ ബെഡേൽ വന്ന് കിടക്കട്ടോ. നല്ല തണുപ്പാണ് കേട്ടോ, നല്ല രസമാണ് കേട്ടോ അതിനെയും കൊണ്ട് അങ്ങനെ കിടക്കണം കാണാനായിട്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വീഡിയോ എടുക്കും അങ്ങനെ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടുത്തെ ചെറിയ ചെറിയ വിശേഷങ്ങൾ. അപ്പോൾ ക്ലബ് സാൻഡ്വിച്ച് ഇങ്ങനെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ വീട്ടിലുണ്ടാക്കി കൊടുക്കുമ്പോൾ നമുക്കതൊരു സാറ്റിസ്ഫാക്ഷൻ തന്നെയല്ല. ലഞ്ച് ബോക്സിലേക്കും പറ്റിയൊരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഓക്കെ, ബൈ, താങ്ക് യു.